ഇപ്പോൾ ശ്രീ വി ശിവദാസൻ എം പി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ ശിവദാസൻ, ഇതാ ഹിമാചൽ പ്രദേശിന് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം അല്ലെങ്കിൽ സഹായിക്കാനായി 2000 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 300ഓളം മനുഷ്യർ മണ്ണിനടിയിൽ മരിച്ചുപോയിട്ട് 1 വർഷം തികയുന്നതേ ഉള്ളൂ. ആ പൈസ നമുക്ക് നൽകിയിട്ടില്ല. മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിൽ നമുക്ക് കുഴപ്പമില്ല, എല്ലാവർക്കും സഹായം കിട്ടണം എന്നത് തന്നെയാണ് നിലപാട്. പക്ഷേ എന്തുകൊണ്ട് നമ്മളെ അവഗണിക്കുന്നു? നമ്മളും ഈ രാജ്യത്തെ ജനങ്ങളല്ലേ? എന്താണ് നമുക്കുള്ള ഈ അവഗണിക്കാനുള്ള കാരണം? കേരളത്തോട് ഏറ്റവും നികൃഷ്ടമായ നിലയിലുള്ള വിവേചനമാണ് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. റെയിൽവേയിൽ കാണാം, അത് കാർഷിക മേഖലയിൽ കാണാം. കേരളം എന്നുള്ളത് സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ സാമ്പത്തിക നയങ്ങൾ അത് കേന്ദ്ര സർക്കാരിന് സ്വീകാര്യമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യ പ്രശ്നം. കേരളത്തിലെ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നു, കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, കേരളത്തിലെ സർക്കാർ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തര ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യൂണിയൻ ഗവൺമെന്റ് ആവട്ടെ വിദ്യാഭ്യാസ മേഖലയെ കൈയൊഴിയാനും ആരോഗ്യ മേഖലയിൽ ചികിത്സ സൗജന്യമാക്കരുതെന്നും ക്ഷേമ പെൻഷനുകൾ നൽകേണ്ടെന്നുമുള്ള സ്റ്റാൻഡേർഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനപക്ഷ നിലപാടിനെതിരായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിന്റെ അവകാശങ്ങളെ, കേരളത്തിലെ സർക്കാരിന് ലഭ്യമാവേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളെ നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ആദ്യത്തെ തവണയല്ല. നമുക്കറിയാം, നമുക്ക് നമ്മുടെ സാമ്പത്തിക വിവേചനത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും അവിടെ ദില്ലിയിൽ പോയി സമരം ഇരിക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ഇതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കേണ്ടതാണല്ലോ. ദുരന്തമുഖങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഇടങ്ങളാണല്ലോ. മനുഷ്യർ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത്, അവിടെയും രാഷ്ട്രീയം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കുമൊക്കെ എന്ത് വിലയാണ് ശ്രീ ശിവദാസൻ ഉണ്ടാവുക? അവിടെ യൂണിയൻ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്തങ്ങളില്ലേ ഇതൊക്കെ പാലിക്കുന്നതിലും ഒരു രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിലും? അതവർ മറക്കുകയല്ലേ? ഇന്ത്യയുടെ കരുത്ത് എന്നുള്ളത് നാനാത്വത്തിൽ ഏകത്വമാണ്. ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ ഘടന ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ്. ആ അവിഭാജ്യ ഭാഗത്തെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിയൻ ഗവൺമെന്റ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളെ കേന്ദ്ര ഭരണകക്ഷിയോട് ആനുകൂല്യം പുലർത്തുന്നവരെന്നും അല്ലെങ്കിൽ കേന്ദ്ര ഭരണകക്ഷി സ്വീകരിക്കുന്ന നയസമീപനത്തോട് അനുകൂല സമീപനം എടുക്കുന്നവരെന്നും അല്ലാത്തവരെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നവരെന്നും വേർതിരിച്ച് ഒരു വിഭാഗം ആളുകൾക്ക് സഹായം നിഷേധിക്കുക എന്നുള്ളത് ഇന്ത്യയെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമല്ല. ഇന്ത്യയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ. ഞങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, രാജ്യത്ത് നിലവിൽ രൂപപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡമുണ്ട്. ആസൂത്രണ കമ്മീഷൻ നേരത്തെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിഹിതത്തിന്റെ വിനിയോഗത്തിൽ കാണിക്കേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പണം എത്രയായിരിക്കണം വിഭജിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡം, ആ മാനദണ്ഡം പാലിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയാണ് യൂണിയൻ ഗവൺമെന്റിൽ നിന്നുണ്ടാവേണ്ടത്. കേരളത്തിൽ 100 കണക്കിന് ആളുകൾ കേരളത്തിന്റെ പ്രളയത്തിൽ, മണ്ണിടച്ചിലിൽ, ദുരന്തമുഖത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ശ്രീ ശിവദാസൻ, നമുക്ക് ആ പ്രതീക്ഷ നിങ്ങൾ ഇങ്ങനെ അഭ്യർത്ഥിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ അഭ്യർത്ഥിക്കുമ്പോഴും ആ പ്രതീക്ഷ വച്ചു പുലർത്താം എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന് നമുക്ക് ഇതുവരെയുള്ള അവരുടെ ഒരു മറുപടികൾ വെച്ച് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ സംഭവിച്ചതാണ് വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ വകുപ്പിലെ 13ാം ഭാഗം ക്ലോസ് എടുത്ത് മാറ്റിയില്ലേ കേന്ദ്ര സർക്കാർ നമുക്ക് സഹായം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ കേന്ദ്രം പറയുന്നത് എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇപ്പോൾ ബാങ്കുകളോട് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ കഴിയുമായിരുന്ന ആ ഭാഗം തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ് 13ാം വകുപ്പ്. അങ്ങനത്തെ സമീപനം സ്വീകരിക്കുമ്പോൾ എന്താണ് പറ്റുക? എന്താണ് ചെയ്യാൻ കഴിയുക? സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. സമരം മാത്രമാണ് ഏക വഴി. കേന്ദ്രത്തിലെ ഇത്തരം സമീപനങ്ങൾക്കെതിരായി സംസ്ഥാനങ്ങളുടെ യോജിച്ച സമരം ഉയർന്നു വരണം. ആ യോജിച്ച സമരത്തിന്റെ ഫലം എന്തു തന്നെയായാലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. എല്ലാ കാലത്തും ഒരു ചക്രവർത്തിയാണ് ലോകം ഭരിക്കുക എന്ന് ആരെങ്കിലും ധരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ചക്രവർത്തിമാർ മാറാറുണ്ട്. രാജഭരണ കാലം തന്നെ തകർന്നടിഞ്ഞിട്ടുണ്ട്. പാർട്ടികളും ഭരണാധികാരികളും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ജനതയുടെ കരുത്താണ് ലോകത്ത് എപ്പോഴും നിർണായകം ആയി ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനതയുടെ കരുത്തിൽ, ജനതയുടെ സമരശേഷിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ജനതയുടെ സമരം, ജനതയുടെ പോരാട്ടം ഫലം കാണുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ പുതിയ ജനറൽ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ BJPയുടെ വോട്ടും സീറ്റും കുറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ശരി, ഓക്കെ, താങ്ക് യു ശ്രീ പി. ശിവദാസൻ MP ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് താങ്ക് യു.